والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദാബുൽ ഹസനുൽ ബസ്രി വസുഹ്ദുഹു വമവാഇദുഹു എന്ന കിതാബിലെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ മുമ്പ് വായിച്ചിരുന്നു. അതിന്റെ തുടർച്ചയാണ്. സഅലഹു റബീഉ ഇബ്നു സുബൈഹ്, ഒരിക്കൽ ഹസൻ ബസ്രി റഹിമഹുള്ളയോട് റബീഉ ഇബ്നു സുബൈഹ് ചോദിച്ചു. ഫഖാല യാ അബാ സഈദ് മാ തഖൂലു ഫിൽ 10 റക്അാത്തിൻ അല്ലതി ബഅദ സ്വലാത്തിൽ ഇശാ, ഇശായിന് ശേഷമുള്ള 10 റക്അത്ത് നിസ്കാരം, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? തതവ്വുഉൻ ഹിയ അം സുന്നത്തുൻ, അത് ആളുകൾ വെറുതെ ചെയ്യുന്നതാണോ, ഓരോരുത്തർ വെറുതെ ഒരു ഇബാദത്ത് ചെയ്യുകയാണോ, അതോ സുന്നത്തായി വന്നിട്ടുള്ളതാണോ? ഫഖാല, ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു, ലൈസത് ബിസുന്നത്തിൻ, അത് സുന്നത്തല്ല, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഇന്നഹാ ലൗ കാനത് സുന്നത്തൻ, അത് സുന്നത്തായിരുന്നുവെങ്കിൽ മാ വസിഅൽ മുസ്ലിമ തർക്കുഹാ, ഒരു മുസ്ലിമിന് അത് ഒഴിവാക്കൽ യോജിച്ചതല്ല. വലാകിൻ യബ്ന അഖി, സഹോദര, മിൻ അദബിൽ അബ്ദിൽ മുസ്ലിം, ഒരു മുസ്ലിമായ അടിമയുടെ മര്യാദയിൽപ്പെട്ടതാണ്. വഖവാമി അംരിഹി ഇദാ അവദ നഫ്സഹു മിനൽ ഖൈരി ആദതൻ, ഒരു കർമ്മം അവൻ ചെയ്യുമ്പോൾ അത് സ്ഥിരമായി ചെയ്യാൻ പരിശ്രമിക്കുക. ഔ തഅബ്ബദ ലില്ലാഹി ഇബാദതൻ, അല്ലെങ്കിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ അൻ യദ്അബ ഫീആ വയുഖീമ ദഹ്റഹു അലൈഹാ, സ്ഥിരമായി അത് ചെയ്യുക എന്നത്. ഇവിടെ ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇശായ്ക്ക് ശേഷം ചില ആളുകൾ രാത്രി നിസ്കാരം എന്നുള്ള നിലക്കും അതുപോലെ 10 റക്അത്തൊക്കെ നിസ്കരിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഹസൻ ബസ്രി റഹിമഹുള്ളയോട് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്താണോ, അത് ആളുകൾ സ്വമേധയാ എത്രയും നിസ്കരിക്കാം, രാത്രി നിസ്കരിക്കാം, അങ്ങനെ നിസ്കരിക്കുന്നതാണോ എന്ന് ചോദിച്ചു. അപ്പോ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയാണ് അത് സുന്നത്തല്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഒരു ഇബാദത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് സ്ഥിരമായി ചെയ്യുന്ന അവസ്ഥയിൽ സുന്നത്തനുസരിച്ചായിരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്. നമുക്കറിയാം, ഒരു കാര്യം ഇബാദത്താവണമെങ്കിൽ എന്ത് വേണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം ഉണ്ടായിരിക്കണം, അഥവാ അത് സുന്നത്തായ നിലയ്ക്ക് കൊണ്ടു നടക്കണമെങ്കിൽ. അതല്ലാത്ത കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്, അതല്ലാതെ ഒരു കാര്യം സുന്നത്തി എന്ന നിലയ്ക്ക് ചെയ്യുക, നമുക്കറിയാം ബിദ്അത്തിന്റെ അവസ്ഥകൾ നമുക്കറിയാം. റസൂലുള്ള കൽപ്പിക്കാത്ത കാര്യങ്ങൾ, അത് ദീനിലുള്ളൊരു ഇബാദത്തായിരിക്കും. ചിലപ്പോൾ സുന്നത്തായ നിസ്കാരം ദീനിലുള്ളതാണ്, പക്ഷെ അതിനൊരു പ്രത്യേക സമയവും പ്രത്യേക സ്ഥലവും ഒക്കെ നിർണയിച്ച് ചെയ്യുക എന്നുള്ളത് അത് ബിദ്അത്തായിട്ട് മാറും. അപ്പോൾ ഇവിടെ ഈ അസറിന്റെ ഉദ്ദേശം ബിദ്അത്തുകളെ ഒഴിവാക്കാനും എന്തൊരു ഇബാദത്ത് ചെയ്യുമ്പോഴും അത് സുന്നത്ത് പിൻപറ്റിക്കൊണ്ട് മാത്രമായിരിക്കാനാണ് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു കൊടുക്കുന്നത്. വകാന യഖൂൽ, ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയാറുണ്ട്, മക്തൂബുൻ ഫി തൗറാത്ത്, തൗറാത്തിൽ രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുണ്ട്, അൽ ഗിനാ ഫിൽ ഖനാഅ, ഒരുത്തന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ അത് ഖനാഅത്തിലാണ്. ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്താണോ അവന് വിധിച്ചിട്ടുള്ളത്, എന്താണോ നൽകുന്നത്, അതിലുള്ള തൃപ്തിയിലാണ്. വസ്സലാമത്തു മിനൻ നാസ്, ഗിന എന്ന് പറഞ്ഞ ഖനാഅത്തിലും അതുപോലെ ജനങ്ങളിൽ നിന്നുള്ള രക്ഷയിലുമാണ്. ജനങ്ങൾക്ക് ആവശ്യക്കാരനായി പോകാതെ ജനങ്ങളിൽ നിന്ന് സുരക്ഷിതനാവലുമാണ് ഗിന എന്ന് പറയുന്നത്. വൽ ആഫിയതു ഫീ റഫ്ലി ശഹ്വ, ആഫിയത്ത് ഉണ്ടാവുക, ഒരാൾക്ക് സൗഖ്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവന്റെ ശഹ്വത്തുകൾ, ഹറാമായിട്ടുള്ള ശഹ്വത്തുകൾ ഒഴിവാക്കുമ്പോഴാണ്. ദേഹേച്ഛകൾ വർദ്ധിക്കുകയും അതനുസരിച്ച് ഒരുത്തൻ അതിനെ പിൻപറ്റിക്കൊണ്ട് ചെയ്യുകയും ചെയ്താൽ അവന് നഷ്ടപ്പെടുന്നത് അവന്റെ ആഫിയത്താണ്, അവന്റെ സൗഖ്യമാണ്. അപ്പൊ ആഫിയത്ത് എന്ന് പറഞ്ഞാൽ ശഹ്വത്തിനെ ഒഴിവാക്കലാണ്. വന്നജാതു ഫീ തർക്കിർ റഗ്ബ, വിജയം എന്ന് പറഞ്ഞാൽ അമിതമായ ആഗ്രഹങ്ങൾ ഒഴിവാക്കുന്നിടത്താണ്. ഓരോന്ന് ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് നഷ്ടമായിരിക്കും, ഒരു രക്ഷയുണ്ടാവില്ല. പക്ഷെ വിജയവും രക്ഷയും എന്ന് പറഞ്ഞാൽ അമിതമായ ആഗ്രഹങ്ങളെ ഒഴിവാക്കുന്നിടത്താണ്. വതമത്തുഉ ഫി ദഹരി ത്വീൽ ബിസ്സബ്രി ഫിൽ ഉംരിൽ ഖസീർ, ജീവിതം ഓരോ സമയത്തും ഓരോ കാലവും ഏറ്റവും നല്ല രീതിയിൽ ആസ്വദിച്ച് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും ഉണ്ടാകേണ്ട കാര്യം സ്വബറാണ്. ജീവിതം, ഈ കുറഞ്ഞ ജീവിതത്തിൽ അത് ഏറ്റവും നല്ല രീതിയിൽ വിശാലമായി കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ട കാര്യം സ്വബറാണ് എന്ന് അദ്ദേഹം തൗറാത്തിൽ രേഖപ്പെടുത്തിയതായിട്ട് അദ്ദേഹം പറയാറുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ദീനിന്റെ മറ്റ് ഹദീസുകളുടെ അടിസ്ഥാനത്തിലും ദീനിന്റെ മറ്റ് തെളിവുകളുടെ അടിസ്ഥാനത്തിലും സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ്, സംശയമില്ലാത്ത ഉറപ്പായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക.
ثم يقول അദ്ദേഹം പറയാറുണ്ട് تأدبوا رحمكم الله بآداب الله وحافظوا على ما فيه كتب الله تكونوا من أولياء الله تأدبوا رحمكم الله بآداب الله അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുള്ള അദബുകളുണ്ട് ദീനിൽ. അഥവാ അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു തന്നിട്ടുള്ള അദബുകൾ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, ഖുർആനിൽ തന്നെ അല്ലാഹു തആല ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ അനുവാദം ചോദിക്കേണ്ടത്, അതുപോലെ തന്നെ ഏതൊക്കെ സമയത്താണ് വീട്ടിലുള്ള കുട്ടികളാണെങ്കിലും ഒരു മുറിയിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള അദബുകൾ, സലാം പറയേണ്ട മര്യാദകൾ, അങ്ങനെ എന്തെല്ലാം മര്യാദകളാണ് അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുള്ളത് ഖുർആനിലാണ്. അള്ളാഹുവിന്റെ കലാമായി ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഖുർആനിലാണ് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അള്ളാഹു തആല പഠിപ്പിച്ച അദബുകളുണ്ട്, അത് നിങ്ങൾ പരിശീലിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. അതുപോലെ വഹാഫിദു അലാ മാ ഫീഹി കുതുബില്ല, അള്ളാഹുവിന്റെ, പിന്നെ നേരത്തെ കുത്തിബ എന്നാ വായിച്ചത്, കുത്തുബില്ല എന്നാണ്. അള്ളാഹുവിന്റെ കിതാബുകളിൽ അഥവാ ഏത് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ള പിന്നെ കാര്യങ്ങൾ അഥവാ കൽപ്പനകൾ, വിരോധനങ്ങൾ, അതിനെല്ലാം കാത്തു സൂക്ഷിക്കുക. അഥവാ അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുക. തകൂനു മിൻ ഔലിയാ ഇല്ല, അങ്ങനെയായാൽ നിങ്ങൾ അള്ളാഹുവിന്റെ വലിയകളായി മാറുന്നതാണ്. അള്ളാഹുവിന്റെ വലിയാവാനുള്ള നിബന്ധനകൾ എന്തൊക്കെയാണ്? 2 കാര്യങ്ങളുള്ളൂ: ഈമാന്, തഖ്വ. ഒരാൾ ഈമാൻ സഹിയാക്കുകയും തഖ്വ ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിക്കുകയും ചെയ്താൽ കുല്ലു മുഅ്മിനിൻ തഖിയ്യിൻ വലിയുല്ലാഹി മിൻ ഔലിയാഇല്ലാ, അഹ്ലുസ് സുന്നയുടെ അഖീദയാണ്. ഈമാനും തഖ്വയും ഉള്ള ഏതൊരാളും അള്ളാഹുവിന്റെ വലിയിൽപ്പെട്ട ആളാണ്. അത് എത്രത്തോളം വർദ്ധിക്കുന്നുവോ അതിനനുസരിച്ച് അവന്റെ സ്ഥാനം വർദ്ധിക്കുന്നു എന്ന് മാത്രം. ഇത് പൊതുവായിട്ടുള്ള ഒരു ഉപദേശമാണ്. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, മാ അൻഅമ അല്ലാഹു അലാ അബ്ദിൻ നിഅമതൻ, അല്ലാഹു തആല ഒരു അടിമയുടെ മേലെയും നിഅമത്ത് ചൊരിയുന്നില്ല, ഇല്ലാ വഅലൈഹി ഫീഹാ തിബാഅത്തുൻ, അതിന് ഒരു നിബന്ധനയില്ലാതെ, അതിന് പകരം നൽകേണ്ട എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ ഒരു നിഅമത്തും അല്ലാഹു നൽകുന്നില്ല. ഇല്ലാ മാ കാന മിൻ നിഅമതിഹി അലാ സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാമിന് കൊടുത്ത നിഅമത്തുകൾ ഒഴികെ. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് കൊടുത്ത നിഅമത്തുകൾക്ക് എന്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, ഹാദാ അതാഉനാ ഫംനുൻ ഔ അംസിക് ബിഗൈരി ഹിസാബ്, ഒരു വിചാരണയുമില്ലാതെ നിനക്ക് ഉപയോഗിക്കാം എന്നുള്ള നിലക്ക് സുലൈമാൻ നബിക്ക് കൊടുത്തതാണ്. പക്ഷേ ബാക്കി എന്ത് നിഅമത്തുകൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ അതിന് നമ്മൾ പൂർത്തീകരിച്ചു കൊടുക്കേണ്ട ചില കടമകൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് കണ്ണിന് കാഴ്ചയുണ്ട്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഹലാലായത് മാത്രമേ കാണാൻ പാടുള്ളൂ, ഹറാമായത് ഒഴിവാക്കണം. അതുപോലെ കേൾവി, അതുപോലെ ആരോഗ്യം, സമ്പത്ത്, എന്ത് കാര്യവും അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നാം മറുപടി പറയേണ്ട ഒരു മേഖലയുണ്ട്. വകാന യഖൂൽ മാ അത്വാല അബ്ദുൻ അൽ അമല ഇല്ലാ അസാഅ അൽ അമല, മാ അത്വാല അബ്ദുൻ അൽ അമല, ഒരു അടിമയുമില്ല അവന്റെ ദുനിയാവിലുള്ള പ്രതീക്ഷ വർദ്ധിക്കുകയാണ്. ഒരുത്തൻ ദുനിയാവിലുള്ള അവന്റെ പ്രതീക്ഷ, അവന്റെ വ്യാമോഹങ്ങൾ അത് വർദ്ധിക്കുകയാണ്. ഇല്ലാ അസാഅ അൽ അമല, അവന്റെ കർമ്മങ്ങൾ മോശമാവാതെ. അപ്പൊ ദുനിയാവിൽ ഒരാൾക്ക് തൂലുൽ അമൽ, അമിതമായ പ്രതീക്ഷ ഉണ്ടായി കഴിഞ്ഞാൽ, ഇവിടെ എനിക്ക് കുറെ കാലം ജീവിതമുണ്ട്, ഇവിടെ എനിക്ക് ഇന്നൊക്കെ കിട്ടാനുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഉണ്ടാവുക, അങ്ങനെ ഒരുത്തന് തൂലുൽ അമൽ സംഭവിച്ചാൽ തീർച്ചയായിട്ടും അവന്റെ കർമ്മങ്ങൾ മോശമാവും. അവന് പിന്നെ സൽക്കർമ്മങ്ങളിൽ മുന്നേറാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവും. അതേസമയം ദുനിയാവിൽ പ്രതീക്ഷ കുറച്ച് ഞാൻ ഇവിടുന്ന് പോകേണ്ട ആളാണ്, ഞാൻ ചിലപ്പോൾ ഇന്ന് മരിക്കേണ്ടവനാണ്, എന്റെ മരണം എപ്പോഴാണ് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് എനിക്കറിയില്ല, ആ ചിന്തയിൽ ജീവിക്കുന്നവനാണെങ്കിൽ അവൻ സൽക്കർമ്മങ്ങളിൽ മുന്നേറും. ഏതൊരു അടിമയിലും ദുനിയാവിൽ പ്രതീക്ഷ വർദ്ധിച്ചാൽ അവന്റെ കർമ്മങ്ങൾ മോശമാകുന്നതാണ്. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, ഇന്നമാ അൻത അയ്യുഹൽ ഇൻസാൻ, ഏ മനുഷ്യ, തീർച്ചയായിട്ടും നീ അദദുൻ, ചില എണ്ണങ്ങളാണ്, ചില എണ്ണം മാത്രമാണ്. ഫൈദാ മവാലക യൗമുൻ, നിന്നിൽ നിന്നൊരു ദിവസം കടന്നുപോയാൽ ഫഖദ് മവാ ബഅദുക്, നിന്നിൽ നിന്ന് ചില ഭാഗമാണ് പോകുന്നത്. അതായത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾക്ക് ഒരു കുറച്ച് ദിവസങ്ങളുടെ എണ്ണാണ് നമ്മളുള്ളത്. ഇപ്പൊ നമ്മൾ ഓരോരുത്തരും ജനിച്ചൊരു ദിവസം, ഇപ്പൊ ഒരു മരണപ്പെട്ട ഒരാളെടുക്കുക, അയാൾ ജനിച്ചൊരു ദിവസവും മരണപ്പെട്ടൊരു ദിവസവും ചിലപ്പോ എഴുതി വെച്ചിട്ടുണ്ടാവും. ആ 2 സമയത്തിനിടയിലുള്ള എണ്ണപ്പെട്ട ദിവസങ്ങളാണ് മനുഷ്യൻ. അപ്പൊ ആ മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മളിൽ നിന്നൊരു ദിവസം പോവുക, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പോവുക, ഒരു മണിക്കൂർ പോവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഭാഗമാണ് പോയിട്ടുള്ളത്. നമ്മുടെ മരണത്തോടു കൂടി പിന്നെ നമുക്ക് വേറെ ഒന്നുമില്ല, വേറൊരു പണിയില്ല, ദുനിയാവിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല. ആ എണ്ണമാണുള്ളത്. അപ്പൊ ഓരോ ദിവസം കടന്നു പോകുമ്പോൾ നിന്റെ ഒരു ഭാഗമാണ് പോകുന്നത് എന്ന് അദ്ദേഹം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, റഹിമല്ലാഹു ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അല്ലാഹു റഹ്മത്ത് ചൊരിയട്ടെ,
തിരിയട്ടെ. കഅന്നഹു അയാനകും ഹീന ഖാല, അദ്ദേഹം നിങ്ങളെ കണ്ടതുപോലെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് പറഞ്ഞത്? സാഹിദുക്കും റാഗിബുൻ, നിങ്ങളിലുള്ള ഏറ്റവും അധികം വിരക്തിയുള്ളവൻ, അവൻ ഏറ്റവും അധികം ദുനിയാവിനോട് ആഗ്രഹമുള്ളവനാണ്. വമുജ്തഹിദുക്കും മുഖസ്സിറുൻ, നിങ്ങളിൽ അതിയായി പരിശ്രമിക്കുന്നവൻ വളരെ കുറച്ച് മാത്രം ചെയ്യുന്നവനാണ്. വആലിമുക്കും ജാഹിലുൻ, നിങ്ങളിൽ നല്ല ഇൽമുള്ളവൻ യഥാർത്ഥത്തിൽ ജാഹിലാണ്. ഇത് ഹസൻ ബസീർ റഹിമഹുല്ലാഹ് നാം പറഞ്ഞല്ലോ, സഹാബാക്കളുടെ കാലത്ത് ജനിച്ച് വളരുകയും പിന്നീട് താബിഈങ്ങളുടെ കാലത്ത് വരെ ജീവിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ സഹാബാക്കളുമായിട്ട് അടുത്ത് ഇടപഴകിയിട്ടുള്ള പരിചയമുണ്ട്. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്ക് ഹസൻ ബസരി പിന്നീട് വന്ന താബിഈകളോട് പറയാണ്, നിങ്ങളെ കണ്ടതുപോലെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. എത്രയോ മുമ്പ് പറഞ്ഞതാണ്. അപ്പൊ നമ്മളെ കണ്ടിട്ട് എന്താ പറയാ? എന്നിട്ട് തന്നെ പറയാണ് ജാഹിദുക്കും റാഗിബുൻ, നിങ്ങളിൽ അതീവമായിട്ട് ഭൗതിക വിരക്തിയുള്ളവൻ നമ്മൾ സ്വഹാബാക്കളെ വെച്ച് നോക്കുമ്പോ അതീവ താല്പര്യമുള്ളവനാണ്, ദുനിയാവിനോട് താല്പര്യമുള്ളവനാണ്. ഏറ്റവും ദുരിതമുള്ളവന്റെ കാര്യം പറയുന്നത്. ഇല്ലാത്തതിന്റെ അവസ്ഥ എന്തായിരിക്കും? വമുജ്തഹിദുക്കും മുഖസ്സിറുൻ, നിങ്ങളിൽ കഠിനമായി ഇബാദത്തിലെല്ലാം പരിശ്രമിക്കുന്നവൻ സ്വഹാബാക്കളെ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ മുൻഗാമികളെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം ചെയ്യുന്നവനാണ്. വആലിമുക്കും ജാഹിലുൻ, നിങ്ങളിൽ ഇൽമുള്ളവൻ എന്ന് പറഞ്ഞാൽ അവരെ വെച്ച് നോക്കുമ്പോൾ ജാഹിലായിട്ടുള്ള അവസ്ഥയിലാണ്. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇത് നിങ്ങളെ കാണുന്നത് പോലെയാണ് പറഞ്ഞത് എന്ന് ഹസൻ ബസരി റഹിമഹുല്ലാഹ് അന്ന് പറയാ. അപ്പൊ ഇന്ന് നമ്മൾ എത്രത്തോളമാണ് അവരിൽ നിന്ന് അകന്നിട്ടുണ്ടാവുക എന്ന് നാം ഭയപ്പെടേണ്ട കാര്യമാണ്. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, മൻ ഖാഫല്ലാഹ് അഖാഫല്ലാഹു മിൻഹു കുല്ലി ഷൈ വമൻ ഖാഫന്നാസ് അഖാഫഹുല്ലാഹു മിൻ കുല്ലി ഷൈ. മൻ ഖാഫല്ലാഹ്, ആരാണോ അള്ളാഹുവിനെ ഭയപ്പെടുന്നത്, അഖാഫല്ലാഹു മിൻഹു കുല്ലി ഷൈ, അവനെ കണ്ടിട്ട് ബാക്കിയുള്ളവരൊക്കെ ഭയപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. അതായത് അവനോട് ഒരു ഭയം നിലനിൽക്കുന്ന അവസ്ഥയുണ്ടാകും. വമൻ ഖാഫന്നാസ്, ആരാണോ ജനങ്ങളെ ഭയപ്പെടുന്നത്, അഖാഫഹുല്ലാഹു മിൻ കുല്ലി ഷൈ, എല്ലാ കാര്യത്തെയും കൊണ്ട് ഇവൻ പേടിക്കുന്ന അവസ്ഥയുണ്ടാവുക. എല്ലാ കാര്യത്തെയും തൊട്ട് ഇവൻ പേടിക്കുന്ന അവസ്ഥ ഉണ്ടാവുക. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഒരു അടിമ ഭയപ്പെടുന്നുണ്ട് എങ്കിൽ ബാക്കിയുള്ള സൃഷ്ടികളെല്ലാം അവനെ ഭയപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവും. ഇതിനൊരു ഉദാഹരണം ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം. ഒരിക്കൽ അദ്ദേഹത്തിന്റെ കാലത്ത് മറ്റൊരു വ്യക്തിക്ക് ജിന്നിന്റെ ഒരു ഉപദ്രവം ഉണ്ടായി. അപ്പൊ വിദ്യാർത്ഥികൾ പറഞ്ഞു, ഇങ്ങനെ ഒരു ഉപദ്രവം ബാധിച്ച ഒരാളുണ്ട്, നിങ്ങളൊന്ന് വരണം, റുഖിയുമായി ബന്ധപ്പെട്ടിട്ട് വരണം. അഹ്മദ് ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞു, നീ എന്റെ ചെരുപ്പ് കൊണ്ടുപോവുക, എന്നിട്ട് അവനെ കാണിച്ചിട്ട് ആ ജിന്നിനോട് ഉപദ്രവം ഉണ്ടാക്കിയതിനോട് അവനിൽ നിന്ന് ഒഴിവായി പോകാൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ശിഷ്യന്മാരെന്ത് ചെയ്തു? അതുപോലെ ചെയ്തു. അപ്പൊ ജിന്ന് അവിടുന്ന് ഒഴിവായി പോയി. പിന്നീട് അദ്ദേഹത്തിന്റെ മരണശേഷം വീണ്ടും ആ വ്യക്തിക്ക് ഇതുപോലെ ഉപദ്രവം ഉണ്ടായി. അപ്പൊ ഈ ശിഷ്യൻ ഇതുപോലെ ചെരുപ്പ് എടുത്തിട്ട് ഇങ്ങനെ പോകാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജിന്ന് ആ വ്യക്തിയിൽ കയറി ജിന്ന് പറഞ്ഞതായിട്ട് നമുക്ക് കാണാം ചരിത്രങ്ങളിൽ. അഹ്മദ് ബിൻ ഹംബൽ അള്ളാഹുവിനെ അനുസരിക്കുന്നവനും ഭയപ്പെടുന്നവനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ അനുസരിക്കാൻ ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, നിന്നെ ഞാൻ അനുസരിക്കില്ല എന്ന് പറയുകയുണ്ടായിട്ടുണ്ട്. അതായത് എല്ലാവരും, മനുഷ്യരാവട്ടെ ജിന്നാവട്ടെ മൃഗങ്ങളാവട്ടെ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരുത്തിനെ കണ്ട് ബാക്കി എല്ലാവരും ഭയപ്പെടും. അവർക്കെല്ലാവരും അവനോടൊരു ഹൈബത്ത് ഉണ്ടാവും, ഒരു ബഹുമാനം ഉള്ളിൽ തോന്നുന്ന ഒരവസ്ഥ അള്ളാഹു തആല ഉണ്ടാക്കി കൊടുക്കും. ഇനി അള്ളാഹിനെ ഭയപ്പെടാതെ ജനങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാം, ജനങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥ, ജനങ്ങളുടെ തൃപ്തി നോക്കി ജീവിക്കുന്ന ആളാണെങ്കിൽ എല്ലാവരെയും കാണുമ്പോൾ അവന് പേടിയാവും. സ്വന്തം നിഴലിനെ വരെ കണ്ട് അവന് പേടിയായിരിക്കും. അവനൊരിക്കലും ധീരനായിട്ട് ജീവിക്കാൻ പറ്റൂല, ധൈര്യം ഉണ്ടാവൂല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുക. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ച സഹോദരങ്ങളെ, ദുനിയാവിൽ ആകാശഭൂമികൾക്കിടയിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമുക്ക് മുമ്പിൽ മാറി നിൽക്കുന്ന, നമുക്ക് മുമ്പിൽ കീഴൊതുങ്ങുന്ന അവസ്ഥയിൽ അല്ലാഹു തആല ആക്കും. ഇത് അള്ളാഹുവിന്റെ സുന്നത്താണ്, മുൻഗാമികളിൽ നടന്നിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം പറയാണ്, ഖാല ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാലിതു വസായിലു. ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, നിങ്ങൾ ഇടകലരുക, അല്ലെങ്കിൽ ജനങ്ങളുമായി ഇടകലരുക, അതുപോലെ തന്നെ ജനങ്ങളിൽ നിന്ന് ഒഴിവാവുകയും ചെയ്യുക. ഇത് പറഞ്ഞുകൊണ്ട് ഹസൻ ബസരി റഹിമഹുല്ലാഹു വിശദീകരിക്കുകയാണ്, ഖാലിതുൻ നാസ ഫിൽ അഖ്ലാഖിൽ കരീമ, ജനങ്ങളോട് മാന്യമായ സ്വഭാവങ്ങളിൽ അവരുമായിട്ട് ഇടപഴകുക. വസായിലുഹും ഫിൽ അഫ്ആലിൽ ഖബീഹ, മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന്
അവരോട് അകലുകയും ചെയ്യുക. അപ്പൊ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ ബന്ധങ്ങളും ആരാണെന്ന് പരിശോധിക്കണം. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഓരോ ആളും അവന്റെ കൂട്ടുകാരന്റെ ദീനിലായിരിക്കും, ഉറ്റമിത്രത്തിന്റെ ദീനിലായിരിക്കും. അപ്പൊ നമ്മൾ ആരൊക്കെ ആയിട്ടാണ് ഇടപഴകുന്നത് നമ്മൾ നോക്കണം. പിന്നെ ആളുകളുമായിട്ട് ഇടപഴകേണ്ടത് എപ്പോഴാണ്? നല്ല കാര്യങ്ങളിലാണ്, നല്ല സ്വഭാവങ്ങളിൽ, നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. മോശപ്പെട്ട പ്രവർത്തനങ്ങളിലും മറ്റും അവരുമായിട്ട് നാം ഇടപഴകരുത്. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, യജിബു അലൽ മുസ്ലിമി ലിഅഹ്ലി മില്ലതിഹി അർബഅതു അശ്യാ, ഒരു മുസ്ലിമിന് അവന്റെ ദീനിൽപ്പെട്ട ഒപ്പമുള്ള ആളുകളോട് 4 കാര്യങ്ങൾ നിർബന്ധമാണ്. മഊനതു മുഹ്സിനിഹിം, അവരുടെ കൂട്ടത്തിൽ നന്മ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവനെ ആ നന്മക്ക് സഹായിക്കുക എന്നത്. നമ്മുടെ കൂട്ടത്തിൽ നന്മകൾ ചെയ്യുന്ന ഒരാളുണ്ട്, പണം കൊണ്ടോ ആരോഗ്യം കൊണ്ടോ ആ ഒരാളുണ്ടെങ്കിൽ അവനെ സഹായിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ മേലെ നിർബന്ധമാണ്. വഇജാബതു ദാഇഹിം, അവരെ ക്ഷണിച്ചാൽ ഉത്തരം ചെയ്യുക എന്നുള്ളത്. ഒരു മുസ്ലിം നമ്മളെ ക്ഷണിച്ചാൽ അതിന് ഉത്തരം ചെയ്യുക എന്നത്. വലിസ്തിഗ്ഫാർ ലിമുദ്നിബിഹിം, അവരുടെ കൂട്ടത്തിൽ പാപം ചെയ്യുന്നവന് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുക എന്നുള്ളത്. പലപ്പോഴും ഇന്ന് നമ്മൾ വളരെയധികം കുറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും എന്തെങ്കിലും തിന്മ ചെയ്തു പോയാൽ നമ്മൾ അവനെ കുറ്റപ്പെടുത്തിയിട്ടും അവനെ ഒറ്റപ്പെടുത്തിയിട്ടും ഒക്കെ നമ്മൾ ജീവിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട കാര്യം എന്താണ്? അവന് വേണ്ടി അവനേക്കാളും മറ്റാരേക്കാളും ഇസ്തിഗ്ഫാർ തേടുന്നവനായിട്ടാണ് ഒരു മുസ്ലിം മാറേണ്ടത്. അവന് വേണ്ടി അള്ളാഹുവിനോട് പുറത്തു കൊടുക്കലിനെ തേടണം. ദീനിൽ നിന്ന് തെറ്റിപ്പോയിട്ടുള്ള എന്തെങ്കിലും കാര്യം കൊണ്ട് പഴച്ചു പോയിട്ടുള്ള ആളുകളെ അവരെ ഹക്കിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരിക്കണം. അവൻ പഴച്ചുപോയി പറഞ്ഞിട്ട് ഒഴിവാക്കല്ല വേണ്ടത്, അവനെ ഹക്കിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരിക്കണം. ഇതൊരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള കടമകളിൽ പെടുന്ന അവൻ പാലിക്കേണ്ട കാര്യങ്ങളാണ്. അവന്റെ കൂട്ടത്തിൽ നന്മ ചെയ്യുന്നവനെ സഹായിക്കുക, ക്ഷണിക്കുന്നവന് ഉത്തരം ചെയ്യുക, പാപം ചെയ്യുന്നവന് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുക, ഹക്കിൽ നിന്ന് തിരിഞ്ഞു പോയവനെ ഹക്കിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത്. وكان يقول, അദ്ദേഹം പറയാറുണ്ട്, من وافق من اخيه المسلم شهوة او قضى له حاجة غفر له ما تقدم من ذنبه, ഒരു മുസ്ലിം മറ്റവന്റെ സഹോദരന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുകയോ അവന്റെ ആവശ്യം പൂർത്തീകരിക്കുകയോ ചെയ്താൽ അള്ളാഹുവിന്റെ പാപങ്ങൾ പൊറുക്കുന്നതാണ്. ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യമാണ്. ഒരു മുസ്ലിമിനെ സഹായിക്കുന്ന വഴി അള്ളാഹു അതുപോലെ തന്നെ അവനെയും സഹായിക്കുന്നതാണ് എന്നത് മുസ്ലിമുകളോടുള്ള കടമകളിൽ പെട്ട കാര്യമാണത്. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, അൽ ഫഹ്മു ബിആഉൽ ഇൽം, ഫഹ്മ് എന്നുള്ളത് ഒരു കാര്യം മനസ്സിലാകുക എന്നുള്ളത് ഇൽമിന്റെ ഒരു സംരക്ഷണമായിട്ടുള്ള കാര്യമാണ്. ഇൽമ് കൊണ്ട് ഉണ്ടാവേണ്ട ഗുണം എന്താണ്? ഒരു കാര്യം മനസ്സിലാക്കണം. ഒരുത്തൻ ഇൽമ് നേടാണ്, അവൻ ആ കാര്യത്തിൽ ഫഹ്മ് ഉണ്ടാവണം. ഫഹ്മ് എന്ന് പറഞ്ഞാൽ ഇൽമിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇൽമിനെ സൂക്ഷിക്കുന്ന ഒരു പാത്രം പോലെ അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഫഹ്മ്. വൽഇൽമു ദലീലുൽ അമൽ, ഇൽമ് എന്നുള്ളത് അമലിലേക്ക് നയിക്കേണ്ട കാര്യമാണ്. അമലിനെ നിർബന്ധമാക്കുന്ന ഒരു കാര്യമാണ് ഇൽമ് എന്നുള്ളത്. ഒരാൾക്കൊരു ഇൽമ് ഉണ്ടെങ്കിൽ അവൻ അതനുസരിച്ച് അമൽ ചെയ്യണം. അത് അതിന്റെ മുക്തള, അതിന്റെ ഉദ്ദേശം അതാണ്. വൽഅമലു ഖായിദുൽ ഖൈർ, സൽക്കർമ്മം ചെയ്യുക എന്നുള്ളത് നന്മയിലേക്ക് നയിക്കുന്ന കാര്യമാണ്. സൽക്കർമ്മം ചെയ്യുക എന്നുള്ളത് നന്മയിലേക്ക് നയിക്കുന്ന കാര്യമാണ്. വൽഹവാ മർകബുൽ മആസി, ഒരുത്തൻ അവന്റെ ഇച്ഛയെ പിൻപറ്റുക എന്നുള്ളത് പാപത്തിന്റെ സ്ഥലമാണ്. അഥവാ പാപത്തിന്റെ ഒരു സ്ഥാനമാണ് ഇച്ഛകൾ എന്നുള്ളത്. അവന്റെ ഹവ എന്നുള്ളത് പാപത്തിലേക്ക് നയിക്കുന്നതാണ്. വൽമാലു ദാഉൽ മുൻകിരീൻ, സമ്പത്ത് എന്നുള്ളത് ദീനിനെ നിഷേധിക്കുന്ന, ദീനിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന അസുഖമാണ് സമ്പത്ത് എന്നുള്ളത്. കാരണം സമ്പത്തിനോടുള്ള ഇഷ്ടം അധികരിച്ചു കഴിഞ്ഞാൽ അതിന് തടസ്സമായിട്ടുള്ള ദീനിന്റെ നിയമങ്ങളെ അവൻ നിഷേധിക്കാൻ തുടങ്ങും. വദ്ദുന്യ സൂഖുൽ ആഖിറ, ദുനിയാവ് എന്നുള്ളത് പരലോകത്തിന്റെ അങ്ങാടിയാണ്. അഥവാ പരലോകത്തേക്ക് വേണ്ടി കച്ചവടം ചെയ്യാനുള്ള, പരലോകത്തേക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ഒരുക്കാനുള്ള അങ്ങാടിയാണ് ദുനിയാവ്. വൽവൈലു കുല്ലുൽ വൈലി ലിമൻ ഖവിയ ബിനിഅമില്ലാഹി അലാ മആസി, നാശം, അള്ളാഹുവിന്റെ നിഅമത്തുകൾ ഒരുപാട് ലഭിച്ച് അതുകൊണ്ട് പാപങ്ങളിൽ മുഴുകുന്നവന് എല്ലാവിധത്തിലുള്ള നാശം എന്ന് അദ്ദേഹം പറയാറുണ്ട്. ഏതൊരു പാപം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഒരു നിഅമത്ത് ഉപയോഗിച്ചുകൊണ്ടല്ല നമുക്ക് ചെയ്യാൻ പറ്റില്ല. അള്ളാഹുവിന്റെ ഒരു നിഅമത്ത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പാപം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ കണ്ണുകൊണ്ടൊരു ഹറാമ് കാണാൻ ഈ കാഴ്ച എന്നുള്ള നിഅമത്ത് ഉപയോഗിച്ചിട്ടാണ്. എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അള്ളാഹുവിന്റെ നിഅമത്ത് കൊണ്ടാണ് നമ്മൾ പാപം ചെയ്യുന്നത്. അപ്പൊ അള്ളാഹ് തന്ന ഔദാര്യം കൊണ്ട് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അത് നാശമാണ് എന്ന് അദ്ദേഹം പറയാറുണ്ട്.
അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാക്ക് ഇബ്നു ആദം മനുഷ്യ ഇന്നൽ ഈമാന ലൈസ ബിത്തഹല്ലി വലാ ബിത്തമന്നി. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇങ്ങനെ ഒരു പുറത്തേക്ക് കാണിച്ചു നടക്കലോ അല്ലെങ്കിൽ വല്ല ഇങ്ങനെ കൊതിച്ചു നടക്കലോ അല്ല ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചില ആളുകൾക്ക് ഈമാൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടലാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ കൊതിച്ചു നടക്കലാണ് ഈമാൻ എന്ന് ധാരണ. അതല്ല ഈമാൻ. വലാകിന്നഹു ബിമാ വഖറ ഫിൽ ഖൽബ്. ഖൽബിൽ ഉറക്കേണ്ട ഒരു കാര്യമാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. ഈമാൻ എന്ന് പറഞ്ഞാൽ ഖൽബിൽ ഉറക്കേണ്ട കാര്യവും വസദ്ദഖത്ഹു അൽ അഅമാൽ. ആ ഖൽബിൽ ഉറച്ച കാര്യത്തെ അവന്റെ കർമ്മങ്ങൾ സത്യപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. അല്ലാതെ കുറെ ഈമാനെ പറ്റി വർത്താനം പറഞ്ഞു, ഈമാന്റെ കാര്യങ്ങൾ കുറെ പറഞ്ഞു, ഇങ്ങനെ കുറെ കൊതിച്ചു, അങ്ങനെയാണ് ഇങ്ങനെ ആഗ്രഹിച്ചു, അതല്ല ഈമാൻ പറഞ്ഞാൽ. ഈമാൻ എന്ന് പറഞ്ഞാൽ ഖൽബിൽ ഉറക്കേണ്ടതും അത് തെളിയിക്കേണ്ടത് അവയവങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ടുമാണെന്ന് അദ്ദേഹം പറയാറുണ്ട്. വഖീല പറയപ്പെടുന്ന മറ്റൊരു കാര്യം ദഅാഹു യൗമൻ റജുലുൻ മിനൽ മുതകബ്ബിരീൻ. ഒരിക്കൽ അഹങ്കാരിയായിട്ടുള്ള ഒരു വ്യക്തി ഒരിക്കൽ ഹസൻ ബസ്രി റഹിമഹുള്ളാഹി വിളിച്ചു. ഫനാദാഹു, വിളിച്ചത് യാ അബൂ സഈദ് എന്ന, യാ അബൂ സഈദ് എന്ന് വിളിച്ചു. അറബി ഭാഷ നിയമപ്രകാരം മുലാഫ മുനാദി എന്ന് പറയും. യാന്ന് കഴിഞ്ഞിട്ട് ഒരു മുലാഫ് വരികയാണെങ്കിൽ അവിടെ വരേണ്ടത് യാ അബാ സഈദ് എന്നാണ് വരേണ്ടത്. യാ അബൂ സഈദ് എന്നല്ല വരേണ്ടത്, യാ അബാ സഈദ് എന്നാണ് വിളിക്കേണ്ടത് അറബി ഭാഷ പ്രകാരം. അപ്പോ ഒരു അഹങ്കാരിയായിട്ടുള്ള വ്യക്തി ഹസൻ ബസ്രി റഹിമഹുള്ളാഹിയുടെ യാ അബൂ സഈദ് എന്ന് വിളിച്ചു. അപ്പൊ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, ശുഗ്ലുക ബിദ്ദവാനീഖി വജംഇഹാ മനഅക യാ ഇബ്ന അഖി അൻ തഖൂൽ യാ അബാ സഈദ്. നിന്റെ ദിനാറിന്റെ ചെറിയൊരു അംശമാണ് ദാനിഖ എന്ന് പറയുന്നത്. സമ്പത്തിന് വേണ്ടി നീ മുഴുകിയിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾ ഒക്കെ സമ്പത്തുണ്ടാക്കുന്നതിൽ മുഴുകിയിട്ട് നീ അബാ സഈദ് എന്ന് വിളിക്കുന്നതിൽ നിന്നെ തെറ്റിച്ചത് അതാണ് എന്ന് പറഞ്ഞു. അഥവാ ഇൽമു നേടിയില്ല. സുമ്മ ഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, തഅല്ലമു റഹിമകുമുല്ലാഹ്, നിങ്ങൾ പഠിക്കുക, അൽ ഇൽമ ലിൽ അദിയാൻ, ദീനിനു വേണ്ടി ഇൽമു പഠിക്കുക, വത്തിബ്ബ ലിൽ അബ്ദാൻ, ശരീരത്തിന് വേണ്ടി തിബ്ബ് അഥവാ മെഡിസിൻ പഠിക്കുക, മരുന്നിന്റെ അത് പഠിക്കുക, വന്നഹ്വ ലിതഖ്വീമിൽ ലിസാൻ, ഭാഷ നേരെയാക്കാൻ, ഭാഷ ചൊവ്വയാക്കാൻ നിങ്ങൾ നഹ്വും പഠിക്കുക. നഹ്വ് എന്ന് പറഞ്ഞാൽ അറബി വ്യാകരണ നിയമങ്ങൾ, അത് പഠിക്കുകയും ചെയ്യുക എന്ന് അദ്ദേഹം പറയാറുണ്ട്. അതായത് ഇതിൽ പ്രധാനപ്പെട്ട ഇൽമുകൾ പറയാണ്. ഒന്ന് ഇൽമ് ദീനിന് വേണ്ടിയിട്ടുള്ള ഇൽമ്. ഇൽമുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ രണ്ട് ഇൽമാണ്. ഒന്ന് ശർഈയായിട്ടുള്ള ഇൽമ്, രണ്ട് തിബ്ബിയായിട്ടുള്ള ഇൽമ്. കാരണം ശർഈയായ ഇൽമ് ഒരുത്തന്റെ റൂഹിന് ആവശ്യമുള്ള ഇൽമാണ്, അതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്തേത് അവന് ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ ശരീരം നല്ല രീതിയിൽ വേണം. അപ്പൊ ശരീരത്തിന്റെ ഇൽമ് അഥവാ മെഡിസിൻ, തിബ്ബിന്റെ ഇൽമ് എന്ന് പറഞ്ഞാൽ അത് രണ്ടാമത് ഉന്നതമായിട്ടുള്ള ഇൽമാണ്. പല മുൻഗാമികളും ശർഈയായ ഇൽമുള്ളവർ തിബ്ബിയായിട്ടുള്ള ഇൽമുള്ളവരായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അത് രണ്ടാമത്തെ ശ്രേഷ്ഠമായ ഇൽമാണ്. എന്നിട്ട് പറഞ്ഞു നഹ്വ്, അറബി വ്യാകരണ നിയമം പഠിക്കുക, തഖ്വീമിൽ ലിസാൻ, നിന്റെ ഭാഷ നേരെ ചൊവ്വയാക്കാൻ വേണ്ടിയിട്ട്. കാരണം അറബി വ്യാകരണ നിയമങ്ങൾ നേരാവണ്ണം പഠിക്കുന്നത് വഴിയും അതിൽ കൂടുതൽ കഴിവ് നേടുന്നത് വഴിയുമാണ് ഖുർആനിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനും ഹദീസിനെ മനസ്സിലാക്കാനും ദീനിന്റെ പല കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളാനും സാധിക്കുക. അപ്പോ അത് പഠിക്കാൻ അദ്ദേഹം നിർദ്ദേശിക്കുകയുണ്ടായി. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, മൻ ലഹന ഫിൽ ഖുർആൻ ഫഖദ് കദബ അലല്ലാഹ്. ആരെങ്കിലും ഖുർആൻ തെറ്റിച്ചോദിയാൽ അവൻ അല്ലാഹുവിന്റെ മേലെ അല്ലാഹുവിനെ കളവാക്കിയിരിക്കുന്നു. ലിഅന്ന സുബ്ഹാനഹു തആല, അല്ലാഹു പറഞ്ഞു, ലാ യഅതീഹി അൽ ബാതിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി, അല്ലാഹുവിൽ നിന്ന് ഒരു ബാത്തിൽ വരികയില്ല. വൽ ലഹ്നു മിൻ അക്ബറിൽ ബാത്തിൽ, ലഹ്ന് തെറ്റിച്ച് പാരായണം ചെയ്യുക എന്നുള്ളത് വലിയ ബാത്തിലാണ്. ഇത് ഭാഷ പഠിക്കേണ്ട പ്രാധാന്യം ബന്ധപ്പെട്ട് പറയാണ്. പ്രത്യേകിച്ച് അന്ന് കാലത്ത് ഖുർആനിൽ എന്തുണ്ടാവൂല, ഹർക്കത്തുകൾ ഇടുന്ന രീതി ഉണ്ടാവൂല. ഖുർആന് ആദ്യകാലത്ത് കുത്തന്നെ ഉണ്ടാവില്ല, ചിലപ്പോൾ ബാവും താവൊക്കെ ഒരേപോലെ എഴുതുക. പിന്നീട് ഹർക്കത്തുകൾ ഇടുക എന്നുള്ളത് പിന്നീട് നമ്മുടെ ഫഹ്മ് കുറഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. ശരിക്കും ഭാഷയിൽ അറിവുള്ളവർക്ക് എന്താണ്, ഹർക്കത്തില്ലാതെയാണ് അവർ വായിക്കുക. ഖുർആൻ ആണെങ്കിൽ എന്താണെങ്കിലും. അപ്പൊ അന്ന് കാലത്ത് ഹർക്കത്തുകൾ ഇടുന്നില്ല. പലപ്പോഴും ഭാഷാ നിയമത്തിന്റെ കിതാബുകൾ, ഭാഷാ നിയമത്തിന്റെ ചരിത്രത്തിൽ കാണാം, ഒരു ചരിത്രത്തിൽ അലി റളിയല്ലാഹു അൻഹു ആദ്യമായിട്ട് നഹ്വിന്റെ കിതാബ് എഴുതുന്നത്. അദ്ദേഹം എഴുതാനുള്ള കാരണം പുതുമുസ്ലിമുകളായിട്ടുള്ള ആളുകളും അറബികളല്ലാത്ത ആളുകളും ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അവർ ഖുർആനിന്റെ ഈ വരയില്ലാത്ത ഖുർആനിന്റെ അത് പാരായണം ചെയ്യുന്നിടത്ത് വലിയ തെറ്റുകൾ വരുത്താൻ തുടങ്ങി. ഇപ്പോ ഖുർആനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹർക്കത്ത് അങ്ങോട്ട് കൂടെ മാറിക്കഴിഞ്ഞാൽ മൊത്തം അർത്ഥം തന്നെ മാറും. അറബി ഭാഷയിൽ മൊത്തം ഒരു ഹർക്കത്ത് മാറിക്കഴിഞ്ഞപ്പോ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അഖീദയുടെ വിഷയത്തിൽ പറയും, അല്ലാഹു തആലയ്ക്ക് കലാമുണ്ട് എന്നുള്ളതിൽ ഒരു തെളിവാണ് കല്ലം അല്ലാഹു മൂസ തക്ലീമ എന്നുള്ളത്. അല്ലാഹു മൂസ നബിയോട് സംസാരിച്ചു എന്നുള്ളത്. അത് അല്ലാഹു സംസാരിച്ചു
സംസാരിച്ചു എന്നുള്ള തെളിവാണ്. എന്നാൽ ഇതിനെ നിഷേധിക്കുന്ന പിഴച്ച ആളുകൾ അവർ ഈ ആയത്തിനെ എങ്ങനെ പാരായണം ചെയ്യുന്ന വെച്ചാൽ കല്ലമല്ലാഹ മൂസ തക്ലീമ എന്ന് പറയും. കല്ലമല്ലാഹു മൂസ തക്ലീമ എന്നുള്ളിടത്ത് കല്ലമല്ലാഹ എന്ന് പറയും. കല്ലമല്ലാഹ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തായി? മൂസാ നബി അള്ളാഹിനോട് സംസാരിച്ചു എന്നായി. അപ്പൊ എന്തായി? അള്ളാഹ്ക്ക് കലാം എന്നുള്ള സിഫത്ത് ഇല്ല എന്ന് പറയാൻ തെറ്റിച്ച് അവർ പറയാറുണ്ട്. അപ്പോ അറബി ഭാഷ വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയുമാണ്. അപ്പൊ അതിന് ഖുർആൻ പഠിക്കാൻ വേണ്ടി അന്ന് പ്രത്യേകിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. ഈ കാലത്ത് നമുക്ക് ഖുർആനൊക്കെ ഹർക്കത്ത് കൊണ്ടും എല്ലാ സൗകര്യം കൊണ്ടും ലഭിക്കുന്നുണ്ട്. പക്ഷേ അറബി പഠിക്കുക എന്നുള്ളത് ത്വാലിബുൽ ഇൽമിന്റെ കാര്യം പറയണ്ട, അല്ല പൊതുവെ ആയിട്ടും പല പണ്ഡിതന്മാരും വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ചില നിർബന്ധമാണെന്ന് നേരെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്താണ് ഒരു പുരുഷത്വം അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തിനോട് അദ്ദേഹം പറഞ്ഞു, ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, അല്ലാ തത്മഅ ഫതദില്ല വലാ തസ്അല ഫതഖില്ല. നീ ഒരു സ്വാർത്ഥനാവാതിരിക്കുക. നീ സ്വാർത്ഥനായി കഴിഞ്ഞാൽ നീ നിന്ദ്യനാകും. അതുപോലെ ആളുകളോട് എപ്പോഴും ചോദിച്ചുകൊണ്ട് നടക്കുന്ന ആളും ആവാതിരിക്കുക. അങ്ങനെയായാൽ ആളുകൾ നിന്നെ വില കുറച്ച് കാണുകയും ചെയ്യും. അതായത് സ്വാർത്ഥതയും ആളുകളോട് ആവശ്യങ്ങൾ ചോദിച്ച് നടക്കുന്ന, എപ്പോഴും ഒരു യാചിച്ച് നടക്കുന്ന ആളാവാതിരിക്കുകയും ചെയ്യലാണ് നല്ലൊരു സംസ്കാരം എന്ന് അദ്ദേഹം പറയുകയാണ്. ഇത് നമ്മൾ പലപ്പോഴും വിശദീകരിച്ച കാര്യമാണ്. അദ്ദേഹം പറയാറുണ്ട്, ഇദാ ലം തകുൻ ഹലീമൻ ഫതഹല്ലം വഇദാ ലം തകുൻ ആലിമൻ ഫതഅല്ലം. നിനക്കൊരു സഹനശീലമുള്ള ഒരാളല്ല എങ്കിൽ നീ അത് അഭിനയിച്ചെടുക്കുക. അതുപോലെ നീ ഇൽമ് ആലിം അല്ല എങ്കിൽ നീ ഇൽമ് നേടുന്നവനാവുക. ഫഖല്ലമാ തശബ്ബഹ റജുലുൻ ബിഖൗമിൻ ഇല്ലാ കാന മിൻഹും. ഒരു ജനതയോട് സാദൃശ്യം തോന്നുന്ന രീതിയിൽ നമ്മളായാൽ അവനിൽപ്പെട്ടവനായി മാറുന്നതാണ്. അതായത് നമുക്കൊരു നല്ല ഗുണം നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ സ്വഭാവത്തിന്റെ വിഷയത്തിൽ ആദ്യം പറഞ്ഞ സ്വഭാവത്തിന്റെ വിഷയത്തിൽ നമുക്ക് നേടിയെടുക്കാൻ നമുക്ക് ത്വബഈയായിട്ട് നമുക്കില്ല എങ്കിൽ പിന്നെ വഴി എന്താണ്? ജന്മനാ നമുക്കില്ല എങ്കിൽ കസബിയായിട്ട് നേടിയെടുക്കലാണ്. അത് നേടിയെടുക്കാനുള്ള മാർഗം അതുള്ള ആളുകളുമായി സഹവസിക്കുകയും ആ സ്വഭാവ ഗുണം നമ്മൾ അഭിനയിച്ചുണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ ചിലർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പൊ ക്ഷമിക്കണം എന്നുണ്ടെങ്കിൽ ക്ഷമയുള്ള ആളുകളൊപ്പം സഹവസിക്കുകയും ദേഷ്യം വരുമ്പോൾ ക്ഷമിക്കുന്നവനെ പോലെ അഭിനയിക്കുകയും ചെയ്യുക. അങ്ങനെ മെല്ലെ മെല്ലെ ആ സ്വഭാവം അവന്റേതായി മാറും. ഏതൊരു നല്ല സ്വഭാവം കസബിയായിട്ട് പണിയെടുത്ത് നേടിയെടുക്കാനുള്ള മാർഗമാണ് ഇത് പറയുന്നത്. അതുപോലെ ഇൽമ് എന്നുള്ളത്, ഇൽമ എന്ന് പറഞ്ഞാൽ അത് തഅല്ലും, പഠിച്ചു നേടേണ്ട. ഇത് രണ്ട് ഹദീസിൽ വന്നിട്ടുള്ള കേട്ടോ. ഇന്നമൽ ഇൽമു ബിത്തഅല്ലും ഇന്നമൽ ഹിൽമു ബിത്തഹല്ലും എന്ന് ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. ഹദീസിനെ വിശദീകരിച്ച് പറയുന്നു എന്ന് മാത്രം. ഇൽമ എന്നുള്ളത് പഠിച്ചുകൊണ്ട് നേടേണ്ട കാര്യമാണ്. ഇൽമുള്ള ആളുകളോടൊപ്പം സഹവസിക്കുകയും ഇൽമു നേടുകയും ചെയ്യുക. അപ്പോൾ ഒരു സമൂഹത്തിനോട് നമ്മൾ സാദൃശ്യപ്പെട്ടാൽ ഒരിക്കലെങ്കിലും അവരിൽ പെട്ടവനായി മാറും എന്ന് ഹസൻ ബസീർ റഹിമഹുല്ലാഹ് ഓർമ്മിക്കുകയാണ്. ഇത് ഹദീസിൽ വന്നിട്ടുള്ള അതേ കാര്യങ്ങളാണ്. وكان يقول أربع من كن فيه كان كاملا ومن تعلق بواحدة منهن كان من صالح قومه. നാല് കാര്യങ്ങൾ, ആ നാല് കാര്യങ്ങൾ ഒരാളിലുണ്ടോ അത് അവനെ പൂർണ്ണതയിലാക്കുന്നവരും നല്ലൊരാളാക്കുന്നതും അതുപോലെ തന്നെ ഒരു സമൂഹത്തിലെ സ്വാലിഹായി അവനെ മാറ്റുന്നതുമാണ്. ഒന്ന്, ദീനുൻ യുർഷിദുഹു, അവനെ നേരാവണ്ണം നയിക്കുന്ന ഒരു ദീൻ അവനുണ്ടാവുക എന്നുള്ളത്, നല്ല ദീൻ ഉണ്ടാവുക. അഖ്ലുൻ യുസദ്ദിദുഹു, അവന് നല്ല കാര്യങ്ങൾ നേരെ ചൊവ്വേ തീരുമാനിക്കാനുള്ള ബുദ്ധി ഉണ്ടാവുക എന്നത്. ഔ ഹസബുൻ യസൂനുഹു, മറ്റുള്ളവർക്ക് ആവശ്യക്കാരനാവാത്ത രീതിയിൽ അവൻ അവന്റെ കാര്യം നോക്കുന്ന, അത് അവനെ നല്ല രീതിയിൽ അലങ്കരിച്ച് അവൻ അവന്റെ കാര്യം നോക്കുന്ന, മറ്റുള്ളവർക്ക് ആവശ്യക്കാരനായി പോകുന്ന ഒരു അവസ്ഥ. ഹൗ ഹയാഉൻ യുവഖിറുഹു, ലജ്ജ ഉണ്ടാവുക എന്നുള്ളത്, അവനൊരു ഗാംഭീര്യം നൽകുന്ന ലജ്ജ ഉണ്ടാവുക എന്നത്. ഈ നാല് കാര്യങ്ങൾ ആരെങ്കിലും ഉണ്ടോ അവൻ അവന്റെ സമൂഹത്തിലെ സ്വാലിഹായ വ്യക്തിയാവുകയും സ്വഭാവത്തിന്റെ പൂർണ്ണതയിൽ എത്തുന്നതുമാണ്. ഒന്ന്, നല്ല ദീനുണ്ടാവുക, ബുദ്ധി ഉണ്ടാവുക, മറ്റുള്ളവർക്ക് ആവശ്യക്കാരനാവാതിരിക്കുക, ലജ്ജ ഉണ്ടാവുക. ഇതെല്ലാം നല്ല സ്വഭാവ ഗുണങ്ങളിൽ പെട്ട കാര്യമാണ്. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, ഇലാ മൻ യഷ്കു അൽ മുസ്ലിമു ഇദാ ലം യഷ്കു ലി അഖീഹി അൽ മുസ്ലിം. തന്റെ മുസ്ലിമായ സഹോദരനോട് തന്റെ ഒരു വിഷമം പറഞ്ഞിട്ടില്ല എങ്കിൽ ഒരു മുസ്ലിം പിന്നെ വേറെ ആരോടാണ് തന്റെ വിഷമം പറയുക? അഥവാ ഭൗതികമായിട്ടുള്ള. ഒരു മുസ്ലിമായ സഹോദരൻ അവന്റെ സുഹൃത്തിന് എന്തെങ്കിലും വിഷമം വന്നു, അവനെ ഉറപ്പിച്ചു നിർത്തുന്നത് പോലെ വേറെ ആരാണ് അവനെ സമാധാനിപ്പിക്കുകയും ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുക? മുസ്ലിമീങ്ങൾ തമ്മിൽ അവന്റെ ബന്ധത്തെ പറ്റി പറയാണ്. ഇന്നൽ മുസ്ലിമ മിർആതു അഖീഹി അൽ മുസ്ലിം. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ
അവന്റെ സഹോദരനായ മറ്റൊരു മുസ്ലിമിന്റെ കണ്ണാടി പോലെയാണ്. യുബസ്സിറുഹു ഐബഹു വയഗ്ഫിറു ലഹു ദംബഹു, അവന്റെ കുറവുകൾ അവനെ അറിയിച്ചു കൊടുക്കും, അവന് പറഞ്ഞു കൊടുക്കും. അവന്റെ ന്യൂനതകൾ അവന്റെ പാപങ്ങൾ അവന് പുറത്തു കൊടുക്കും. ഫഖദ് കാന മൻ ഖബ്ലകും മിനസ് സലഫിസ് സാലിഹ്, നിങ്ങളുടെ മുൻപുണ്ടായിരുന്ന സലഫുസ് സാലിഹീങ്ങൾ യൽഖ റജുലു അർറജുല, ഒരാൾ മറ്റൊരാളെ കണ്ടു കഴിഞ്ഞാൽ ഫയഖൂൽ, അവർ പറയുമായിരുന്നു, യാ അഖി, സഹോദര, മാ കുല്ല ദുനൂബി ഉബ്സിറു, എന്റെ എല്ലാ തിന്മകളും ഞാൻ കണ്ടുകൊള്ളണമെന്നില്ല. വലാ കുല്ല ഉയൂബി ആരിഫു, എന്റെ എല്ലാ ന്യൂനതകളും ഞാൻ അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഫഇദാ റഅയ്ത ഖൈറൻ, എന്നിൽ നീ എന്തെങ്കിലും നന്മ കണ്ടാൽ ഫമുർനി, അതെന്നോട് നിലനിർത്താൻ വേണ്ടി കൽപ്പിക്കുക. വഇദാ റഅയ്ത ശർറൻ, നീ എന്നിൽ എന്തെങ്കിലും ഷർറാണ് കാണുന്നത് എങ്കിൽ ഫൻഹനി, എന്നെ അതിൽ നിന്ന് വിരോധിക്കുക. വഖദ് ഖാന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യഖൂൽ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, റഹിമല്ലാഹു റഅൻ അഹ്ദാ ഇലൈനാ മസാവിയന വകാന അഹദുഹും യഖ്ബലു മൗഇലത അഖി ഫയൻതഫിഉ ബിഹി, നമ്മുടെ കുറവുകൾ നമുക്ക് അറിയിച്ചു തരുന്നവൻ അല്ലാഹു റഹ്മത്ത് ചൊരിയട്ടെ. ഒരാൾ തന്റെ സഹോദരന്റെ ഉപദേശം സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും അത് അവന് ഉപകാരപ്പെടുന്നതാണ്. അഥവാ മുസ്ലിമീങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഗുണത്തിൽപ്പെട്ട ഒരു കാര്യമാണ് നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും. സൂറത്തുൽ അസ്റിനെ വിശദീകരിക്കുന്നിടത്ത് വതവാസൗ ബിൽ ഹഖ് എന്നുള്ളത് ഒരു മുസ്ലിമിന് കൊടുക്കേണ്ട സമനാണ് എന്ന് അൽബാനി റഹ്മത്തുള്ളാഹി എല്ലാം പറഞ്ഞു കാണാം. ഒരു മുസ്ലിമിന് പരസ്പരം ബന്ധത്തിന് അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നതിന് കൊടുക്കേണ്ട വില എന്ന് പറഞ്ഞാൽ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലാണ്. അതായത് നമ്മുടെ ഒരു സഹോദരനായ മുസ്ലിം സഹോദരന് എന്തെങ്കിലും കുറവോ തിന്മയോ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അത് അവനോട് പറയേണ്ട കാര്യമല്ല, അത് മറച്ചു വെക്കണം എന്നല്ല. അവനെ മറ്റുള്ളവരുടെ മുമ്പിലല്ലാതെ അവനെ വ്യക്തിപരമായിട്ട് ആ തിന്മയെ കുറിച്ച് താക്കീത് ചെയ്യുകയും ആ ന്യൂനത പറഞ്ഞു കൊടുക്കുകയും അത് തിരുത്തുകയും ചെയ്യണം. അതൊരു മുസ്ലിമിന്റെ സ്വഭാവമാണ്, പരസ്പരം മുസ്ലിമുകൾ ഉണ്ടായിരിക്കേണ്ട ഗുണമാണ്. ഇനി ഇത് കേൾക്കുന്ന ആളോ നമ്മുടെ ഒരു ന്യൂനത നമ്മുടെ ഒരു സഹോദരൻ വന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനും സ്വീകരിക്കാനുമുള്ള മാനസികാവസ്ഥ ഉണ്ടാവും. എടുത്ത വഴിക്ക് അതങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് അതിനെ എതിർക്കല്ല, അതിനെക്കുറിച്ച് ആലോചിക്കുകയും ശരിയാണോ അല്ലയോ എന്ന് പരിശോധിക്കുകയും അതിൽ നിന്ന് മാറുകയും വേണം. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, അൽ മുഅ്മിനു ശുഅബത്തുൻ മിനൽ മുഅ്മിൻ യഹ്സുനു ഇദാ ഹസന വയഫ്റഹു ഇദാ ഫരിഹ. ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു മുഅ്മിന്റെ ഭാഗമാണ്. അവൻ ദുഃഖിച്ചാൽ ഇവനും ദുഃഖിക്കും, അവന് സന്തോഷമായാൽ ഇവനും സന്തോഷമാവും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് ഹദീസുകൾ വന്നിട്ടുള്ള കാര്യമാണ്. കൽ ബുന്യാൻ, ഒരു മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ പരസ്പരം കെട്ടിടങ്ങൾ പോലെയാണ്, അല്ലെങ്കിൽ ശരീരത്തിന്റെ അവയവങ്ങൾ പോലെയാണ്. ഒന്നിന് ബുദ്ധിമുട്ടുണ്ടായാൽ, വേദന ഉണ്ടായാൽ ബാക്കിയുള്ളതെല്ലാം അതിന്റെ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്ന അവസ്ഥ. ഒരു മുസ്ലിമീങ്ങൾ തമ്മിൽ ഉണ്ടാവേണ്ട ബന്ധം, നമ്മുടെ ഒരു സഹോദരന് ദുഃഖമുണ്ടെങ്കിൽ അത് നമ്മുടെ ദുഃഖമായിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. നമ്മുടെ സഹോദരന് സന്തോഷം ലഭിക്കുന്ന കാര്യമാണ് ഉണ്ടായത് എങ്കിൽ അവനോട് അസൂയ ഉണ്ടാവുകയല്ല വേണ്ടത്, നമുക്കും അതുപോലെയുള്ള അവനത് ലഭിച്ചല്ലോ എന്നുള്ള സന്തോഷമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, ഇന്ന ലക മിൻ ഖലീലിക നസീബൻ, നിന്റെ സുഹൃത്തിൽ നിന്ന് നിനക്കൊരു ഭാഗമുണ്ട്. ഫതഖയ്യലിൽ ഇഖ്വാന വൽ അസ്ഹാബ് വജാനിബിൽ അംരി അല്ലദീ യുആബ്, നീ നിന്റെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക. നീ അവർക്ക് ചെറിയ എന്തെങ്കിലും കുറവുകൾ ന്യൂനതകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അത് നീ മാതൃകയാക്കാതെ അത് നീ ഒഴിവാക്കുകയും ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതിന്റെ വിഷയമാണ്. വകാന യഖൂൽ തറഫഉ അൻ ബഅദിൽ അംർ, ചില കാര്യങ്ങൾ അത് നമ്മൾ ഒരിക്കലും ഒരു ശ്രദ്ധിക്കാതെ നമ്മൾ ചിലപ്പോൾ ചെയ്യും. ഒരു കാര്യം അതിനെ പരിഗണിക്കാതെ നമ്മൾ ചെയ്തു പോകും. എന്നിട്ട് പറയാണ്, ഫഇന്നർ റജുല ലയഅകുലുൽ അക്ലത, ചിലപ്പോൾ ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കും. വയദ്ഖുലുൽ മദ്ഖല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രവേശിക്കും. വയജ്ലിസുൽ മജ്ലിസ ബിഗൈരി ഖൽബിഹി, അവൻ ഏതെങ്കിലും ഒരു സദസ്സിൽ ഇരിക്കും, അവനെ ഒന്നും അതിനെക്കുറിച്ച് ആലോചിക്കുക, ഒരു ശ്രദ്ധയില്ലാതെ പോയിരുന്നിട്ടുണ്ടാവുക. വയദ്ഹബു ദീനു, അവൻ അറിയാതെ തന്നെ അവന്റെ ദീൻ അവന്റെ നിന്ന് പോയിട്ടുണ്ടാവും. അതായത് ചില കാര്യങ്ങൾ നമ്മൾ ഒരു പരിഗണനയില്ലാതെ ചെയ്യാം. ചിലപ്പോ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കും, അത് നമ്മൾ ശ്രദ്ധിക്കൂല, അത് ഹറാമാണോ ഹലാലാണോ പരിഗണിക്കൂല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കയറും, അത് നമുക്ക് നന്മയാണോ തിന്മയാണോ ആലോചിക്കില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സദസ്സിൽ ഇരിക്കും, അതുകൊണ്ട് ഗുണമുണ്ടോ ഇല്ല എന്ന് പരിശോധിക്കൂല. പക്ഷെ ഉണ്ടാവുന്ന എന്തായിരിക്കും, അവൻ അറിയാതെ അവന്റെ ദീൻ അവന് പോകുന്നുണ്ടാവും. അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത്, ആരോടൊപ്പാണ് കൂട്ടുകൂടുന്നത്, എന്താണ് സംസാരിക്കുന്നത്, അതെല്ലാം കൃത്യമായി പരിഗണിക്കണമെന്ന് അദ്ദേഹം പ്രത്യേകം പറയുകയാണ്. വഖീല ലഹു,
യാ അബാ സഈദ്, അദ്ദേഹത്തിനോട് പറയപ്പെട്ടു, യാ അബാ സഈദ് ഇന്ന ഖൗമൻ യഹ്ദുറൂന മജ്ലിസക, ചില ആളുകൾ നിങ്ങളുടെ സദസ്സിൽ വന്നിരിക്കുന്നുണ്ട്, അദ്ദേഹം ദർസ് എടുക്കുമ്പോൾ വന്നിരിക്കുന്നുണ്ട്. യഹ്ഫദൂന അലൈക, നിങ്ങളിൽ നിന്ന് പഠിക്കുന്നുണ്ട്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. പഠിക്കല്ല, സഖതാത് കലാമിക ലിയുഅനിതുക ബിദാലിക, നിങ്ങൾക്ക് വരുന്ന അബദ്ധങ്ങൾ, സംസാരത്തിലോ മറ്റെന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വരുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം എടുത്തു വെക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകം പരിശോധിക്കാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ചില ആളുകളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയാണ്, ഇബ്നു അഖി, സഹോദര, ലാ യകും ഫീ ദാലിക അലൈക ഷൈഉൻ, നീ ഒരു കാര്യം കൊടുക്കണ്ട, അതാണ് ഒരു ദോഷം ചെയ്യുന്നില്ല, അത് പരിഗണിക്കേണ്ട വിഷയമല്ല. ഫഇന്നി തമഅതു നഫ്സി ഫീ ദുഖൂലിൽ ജിനാൻ, ഞാൻ ആഗ്രഹിക്കുന്ന എന്താണ്, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനാണ്. വമുജാവറത്തുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ അടുത്ത ആകാനാണ്. വമുറാഫഖത്തുൽ അംബിയാ അലൈഹിസ്സലാം, നബിമാരുടെ കൂടെ ആകാനാണ്. വലം ഉത്മിഅഹാ ഫിസ്സലാമത്തി മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് സുരക്ഷിതനാവുന്നൊന്നും ഞാൻ കൊതിക്കുന്നില്ല, ഞാൻ വിചാരിക്കുന്നില്ല എന്നുള്ളത്. ഇത് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ട. പലരും നമ്മെ പറ്റി നമ്മളോട് പല ഇത് പറയുന്നുണ്ടാവും, നിങ്ങളെ പറ്റി ആള് അങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളത് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു നിലപാട് എന്താണ്, നമ്മൾ എന്തിനാണ് ഈ പണിയെടുക്കുന്നതെന്നാ. എന്ത് കാര്യമാണെങ്കിലും നമ്മൾ എന്ത് ലക്ഷ്യത്തിനാണ് ഇത് ചെയ്യുന്നത്, അത് അള്ളാഹുവിന്റെ തൃപ്തിയാണ്, നാളെ സ്വർഗമാണ്, പരലോകത്തെ വിജയമാണ്. അതല്ലാതെ ആളുകള് നമ്മളെ എന്തെങ്കിലും കുറ്റം പറയുന്നതോ ആളുകൾ നമ്മളെ ന്യൂനത ആരോപിക്കുന്ന അവസാനിപ്പിക്കണം എന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. അപ്പോ ജനങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്, ഒരിക്കലും ആളുകൾ സുരക്ഷിതനാവും എന്നുള്ള നിലക്കല്ല എന്ന് അദ്ദേഹം പറയുകയാണ്. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, മൻ തലബൽ ഇൽമ ലില്ലാഹ് ലം യൽബസ് അയുറാ ദാലിക ഫീ ഖുശൂഇഹി വസുഹ്ദിഹി വതവാളുഇഹി, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഇൽമ നേടുന്നെങ്കിൽ, പ്രത്യേകിച്ച് തുല്ലാബുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇൽമ നേടുന്നവനാണെങ്കിൽ അവന്റെ ഖുശൂഇലും അവന്റെ സുഹൂദിലും അവന്റെ തവാളുഇലും അത് പ്രകടമായിരിക്കണം. അഥവാ മറ്റുള്ളവരെ പോലെ ആവരുത്. ഇൽമു നേടുന്നവൻ അവന്റെ ഖുശൂഅ് വർദ്ധിച്ചിരിക്കണം. അതുപോലെ സുഹദ്, തവാദു, ദുനിയാവിനുള്ള വിരക്തിയും അതുപോലെ തന്നെ വിനയവും ആ ഇൽമു കാരണത്താൽ വർദ്ധിക്കുന്നവനായിട്ടായിരിക്കണം ഇൽമുള്ളവൻ മാറേണ്ടത് എന്ന്, ത്വാലിബുൽ ഇൽം മാറേണ്ടത് എന്ന് അദ്ദേഹം പറയാറുണ്ട്. മറ്റൊരു അസർ, ഇഹ്രിസു അലാ ഹുദൂരിൽ ജനായിസ്, ജനാസയിൽ പങ്കെടുക്കുന്നതിന് നിങ്ങൾ താല്പര്യം കാണിക്കുക. ജനാസ, ഒരു മയ്യത്ത്, അതിനെ പിന്തുടർന്ന് മറവെയ്യുന്നതിൽ നിങ്ങൾ താല്പര്യം കാണിക്കുക. ഫഇന്ന ഫീഹാ സലാസത ഉജൂർ, അതിൽ 3 പ്രതിഫലമുണ്ട്. അജ്റൻ ലിമൻ അസ്സ, ആ മരണപ്പെട്ട ആളുകളെ, മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബക്കാരെ അവരെ സമാധാനിപ്പിക്കുന്നതിൽ. വഅജ്റൻ ലിമൻ സ്വല്ല, ആ മയ്യത്തിന് വേണ്ടി നിസ്കരിച്ചതിൽ. വഅജ്റൻ ലിമൻ വാറ, ആ മയ്യത്തിനെ മറമാടുന്നതിൽ. ഈ 3 എണ്ണത്തിനും പ്രതിഫലം പറയപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ഒരു ഹദീസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഹദീസ് വേറെ കിതാബുകളൊന്നും കാണാനില്ല. പക്ഷെ ഇതേ ആശയം വരുന്ന മറ്റൊരു ഹദീസ്, മൻ ഷഹിദൽ ജനാസ ഹത്താ യുസല്ലി അലൈഹാ ഫലഹു ഖീറാത്ത്, ആരാണോ ഒരു ജനാസയെ പിന്തുടരുന്നത്, അത് നിസ്കരിക്കുന്നവരെ അവനൊരു ഖീറാത്ത് പ്രതിഫലമുണ്ട്. വമൻ ഷഹിദഹാ ഹത്താ തദ്ഫന ഫലഹു ഖീറാത്താൻ, മറമാടുന്നത് വരെ അതിൽ പങ്കെടുത്താൽ 2 ഖീറാത്ത് പ്രതിഫലമുണ്ട്. ഖീറാത്ത് എന്ന് പറഞ്ഞാൽ ഒരു പർവ്വത സമാനം പ്രതിഫലമാണ്. അപ്പൊ ജനാസയിൽ പങ്കെടുക്കുക എന്നുള്ള സഹോദരങ്ങളെ, മുസ്ലിമായ സഹോദരന്മാരുടെ ജനാസയിൽ പങ്കെടുക്കാൻ, അതിനെക്കുറിച്ച് അറിഞ്ഞാൽ അതിൽ പങ്കെടുക്കാൻ നമ്മൾ താല്പര്യം കാണിക്കണം. മഹത്തായ ഈ പ്രതിഫലങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളതാണ്. وكان الحسن يقول أيها الناس, ഏ ജനങ്ങളെ, ഇയ്യാകും വത്തസ്വീഫ്, നിങ്ങൾ തസ്വീഫിനെ സൂക്ഷിക്കുക. തസ്വീഫ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഇപ്പോൾ ചെയ്യാതെ പിന്നെ ചെയ്യാം, നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് നീട്ടി വെക്കുന്നതിനാണ് തസ്വീഫ് എന്ന് പറയാം. അതിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഫഇന്നി സമിഅതു ബഅദ സ്വാലിഹീന യഖൂൽ, ഞാൻ കേട്ടിട്ടുണ്ട്, സ്വാലിഹീങ്ങളായ ചില ആളുകളെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നഹ്നു ലാ നുരീദു അൻ നമൂത ഹത്താ നതൂബ്, ഞങ്ങൾ തൗബ ചെയ്യുന്നവരെ ഞങ്ങൾ മരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ഉദ്ദേശിക്കുന്നില്ല. മരിക്കുന്നവരെ ഞങ്ങൾ തൗബ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അഥവാ പ്രത്യേകിച്ചും തസ്വീഫ് തീരെ പാടില്ലാത്ത ഒരു കാര്യമാണ് തൗബ ചെയ്യുന്നിടത്ത്. തിന്മ സംഭവിച്ചു പോയാൽ ഉടനെ തന്നെ തൗബ ചെയ്യണം. നാളെ തൗബ ചെയ്യാം, മറ്റേ തൗബ ചെയ്യാന്ന് വെച്ച് നീട്ടിപ്പോയാൽ അത് വലിയ അപകടമാണ്. പിശാചിന്റെ സൈന്യം എന്നാണ് ഉലമാക്കൾ തസ്വീഫിനെ പറയാറുള്ളത്, കാര്യങ്ങൾ നീട്ടിവെക്കുന്നതിന്. പല പണ്ഡിതന്മാരും മരണസമയത്ത് ഉപദേശം ചോദിച്ചപ്പോൾ താക്കീത് ചെയ്ത് പറയാറുണ്ട്, ഇയ്യാകും അസ്സൗഫ,
തസ്വീഫിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഒരു കാര്യം പിന്നെ ചെയ്യാമെന്ന് നിലക്ക് നീട്ടിവെക്കുന്നത്, തൗബ പിന്നെ ചെയ്യാമെന്ന് നീട്ടിവെക്കുന്നത്. ഇവിടെ ചില ആളുകൾ പറയാറുണ്ട്, ഞങ്ങള് മരിക്കുന്നവരെ ഞങ്ങള് തൗബ ചെയ്യുന്നവരെ ഞങ്ങൾ മരിക്കൂല. പിന്നെ അവർ പറഞ്ഞ എന്താണ്, ഞങ്ങള് സുമ്മലാന തൂബ് ഹത്താന, മരിക്കുന്നവരെ ഞങ്ങൾ തൗബ ചെയ്യൂല. അതായത് തൗബയെ നീട്ടിവെച്ച അവസ്ഥ പറയാം. ഒരിക്കലും സഹോദരങ്ങളെ, തസ്വീഫ് ഒരു മുസ്ലിം യോജിച്ചതല്ല. അള്ളാഹുലേക്കുള്ള യാത്രയിൽ ദീനിൽ ഉയരുക എന്നുള്ളതിൽ തടസ്സമാകുന്ന കാര്യമാണ്. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, ഭക്ഷണം കഴിക്കുന്നതിൽ 12 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 4 ഫരീളത്തുൻ, 4 നിർബന്ധമായിട്ടുള്ളത്. 4 സുന്നത്തുൻ, 4 സുന്നത്തായിട്ടുള്ളത്. 4 അദബുൻ, 4 മര്യാദയിൽപ്പെട്ടത്. അമ്മൽ ഫരീളത്തു, നിർബന്ധമായിട്ടുള്ളത് ഫത്തസ്മിയത്തു, ബിസ്മി പറയുക എന്നുള്ളത്. ഇവിടെ നിർബന്ധം എന്ന് ഉദ്ദേശിച്ചത് അതിന്റെ പ്രാധാന്യത്തെ അറിയിക്കാനാണ്. ഇസ്തിതാബത്തുൽ അസ്ല്, ആ ഭക്ഷണത്തെ ഇഷ്ടപ്പെടുക എന്നുള്ളത്. അർരിളാ ബിൽ മൗജൂദ്, കൊണ്ടുവന്നതിൽ തൃപ്തിപ്പെടുക എന്നുള്ളത്. അഥവാ ഭക്ഷണത്തിന് ന്യൂനത പറയാതിരിക്കുക, അത് തൃപ്തിപ്പെടുക. വശുക്റു അല നിഅമതി, ആ ഭക്ഷണം തന്നതിന് ഹംദ് പറയുക എന്നുള്ളത്. ഇത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് നിസ്കാര ഫർളാണ് എന്ന് പറയുന്ന പോലെയല്ല, അതിന്റെ ഗൗരവത്തെ അറിയിക്കുകയാണ്. ബിസ്മി ചൊല്ലണം, അതുപോലെ തന്നെ ഭക്ഷണത്തെ കുറ്റം പറയരുത്, കൊണ്ടുവന്നതിൽ തൃപ്തിപ്പെടുക, അതിന് ഹംദ് ചെയ്യുക. ഇത് ഫരീളയിൽപ്പെട്ടതാണ്. ഇനി സുന്നത്തിൽപ്പെട്ടത് ഫൽ ജുലൂസു അലൽ റിജ്ലിൽ യുംന, വലത് കാലിൽ ഇരിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കുമ്പോൾ ഇരുന്ന രീതികളുണ്ട്, റസൂലുള്ള വെറുത്ത രീതികളുമുണ്ട്. ആ രീതികളിൽപ്പെട്ട ഒരു രീതിയാണ് വലത് കാലിൽ ഊന്നിയിരിക്കുക എന്നുള്ളത്. ചില ചാരിയിരുന്ന ഭക്ഷണം കഴിക്കലൊക്കെ റസൂലുള്ള വിരോധിച്ചിട്ടുമുണ്ട്. 3 തരത്തിലുള്ള ഇരുത്തം റസൂലുള്ള വിരോധിച്ചിട്ടുണ്ട്. വിരോധിക്കാറില്ല, ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞതിൽ ചാരിയിരിക്കുന്നത് ഉണ്ട്. പിന്നെ 2 ഇരുത്തം എനിക്ക് ഓർമ്മയില്ല, ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് സാദുൽ മആദിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോ സുന്നത്തായിട്ടുള്ള ഒരു ഇരുത്തലിൽ പെട്ടതാണ് പിന്നെ കാലിൽ ഊന്നിയിരിക്കുക എന്നുള്ളത്. വൽ അക്ലു, വലത് കാലിൽ. വൽ അക്ലു മിൻ ബൈനി യദൈൽ ആക്കിൽ, അടുത്തുള്ളതിൽ നിന്ന് ഭക്ഷിക്കുക എന്നുള്ളത്. വതനാവുലു തആമി ബിസലാസതി അസാബിഇൽ യദിൽ യുംന, പിന്നെ 3 വിരലുകൾ കൊണ്ട് ഭക്ഷണം കഴിക്കുക, വലത് കൈയിലെ 3 വിരൽ കൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി ചെയ്തിരുന്ന രീതിയാണ്. അതിന്റെ നേട്ടങ്ങൾ തിബ്ബുൻ നബവിയിൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. കുറച്ച് കഴിക്കാൻ പറ്റുകയുള്ളൂ, അതുപോലെ കഴിക്കുന്നത് നേരാവണ്ണം ചമച്ച് കഴിക്കാൻ പറ്റും, അതുപോലെ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ പറയുന്നുണ്ട്. വലാഖുൽ അസാബി, വിരലുകൾ ഈമ്പുക എന്നുള്ളത്, ഭക്ഷണം കഴിച്ചതിന് ശേഷം വിരലുകളെ ഈമ്പുക എന്നുള്ളത്. ഇനി അമ്മൽ അദബ്, അദബിൽപ്പെട്ട 4 കാര്യങ്ങൾ. ഫഗുസ്ലുൽ യദി ഖബ്ല അത്അാമി വബഅദഹു, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ശേഷവും കൈ കഴുകുക എന്നുള്ളത്. ഭക്ഷണത്തെ കഴിക്കുന്നതിന് മുമ്പ് കഴുകുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള ഒരു കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതായിട്ടോ കൽപ്പിച്ചതായിട്ടോ ഒന്നും കാണാനില്ല. പക്ഷെ അഴുക്കുണ്ടെങ്കിൽ കഴുകുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും നല്ലതാണ്. കഴിച്ചു കഴിഞ്ഞാൽ റസൂൽ കഴുകിയിട്ടുണ്ട്, പക്ഷെ ആദ്യം കഴുകുക എന്നുള്ളത് സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല, പക്ഷെ നല്ലതാണ്. ശേഷവും മുമ്പും കൈ കഴുകുക. ഭക്ഷണം കഴിക്കുമ്പോൾ ചെറിയ ഉരുളകൾ കഴിക്കുക, വലിയ ഉരുളകൾ കഴിക്കാതെ ചെറിയ ഉരുളകളായിട്ട് ഭക്ഷണം കഴിക്കുക അദബിൽപ്പെട്ട കാര്യമാണ്. വൈജാദത്തുൽ മദ്ഗ്, നല്ലവണ്ണം ചമച്ചരച്ച് കഴിക്കുക. വസർഫുൽ ബസരി അൻ വുജൂഹിൽ ആകിലീൻ, നമ്മുടെ ഒപ്പം കഴിക്കുന്ന മറ്റുള്ളവരെ കഴിക്കുമ്പോൾ മുഖത്തേക്ക് നോക്കാതിരിക്കുക. ഇത് ഭക്ഷണം കഴിക്കുന്ന അദബുകളിൽ പെട്ടതാണ് എന്ന്. അത് ഒരാൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളെ മുഖത്തേക്ക് ഇങ്ങനെ വായിക്ക് തുറച്ചു നോക്കില്ലേ, അതുപോലെ നോക്കാതിരിക്കാന്ന് ഉദ്ദേശം. അല്ലാതെ അല്ലാതെ നോക്കുന്നതല്ല, ഇങ്ങനെ തുറച്ച് നോക്കുന്നത്, അത് നോക്കാതിരിക്കുക. അപ്പൊ 12 കാര്യങ്ങൾ പറഞ്ഞു. 4 ഫരീളയായിട്ട് നിർബന്ധമായി ശ്രദ്ധിക്കേണ്ടത് തസ്മിയത്ത്, ബിസ്മില്ല പറയൽ, അതുപോലെ ഭക്ഷണത്തെ കുറ്റം പറയാതിരിക്കൽ, അതിനെ തൃപ്തിപ്പെടൽ, അതിന് ഹംദ് ചെയ്യൽ. സുന്നത്തായിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ വലത് കാലിൽ ഊന്നിയിരിക്കുക, അതുപോലെ തന്നെ എടുത്തു നിന്ന് കഴിക്കുക, പിന്നെ 3 വിരലുകൾ കൊണ്ട് കഴിക്കുക, വിരലുകൾ ഭക്ഷണത്തിന് ശേഷം വീമ്പുക. അദബിൽപ്പെട്ടതാണ് ശേഷവും മുൻപും കൈ കഴുകുക, ചെറിയ ഉരുളകളായി കഴിക്കുക, ചമച്ചരച്ച് കഴിക്കുക, അതുപോലെ തന്നെ മറ്റു കഴിക്കുന്നവന്റെ മുഖത്തേക്ക് ഇങ്ങനെ തുറച്ചു നോക്കിയിരിക്കുന്ന അവസ്ഥ ഇല്ലാതിരിക്കുക എന്നുള്ളത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട മര്യാദയിൽ പെട്ടതാണ്. വളരെ കഠിനമായ പരീക്ഷണങ്ങളിൽപ്പെട്ട 4 കാര്യങ്ങളെ പറയാണ്. കസ്റത്തുൽ ഇയാൽ, കുടുംബം കുറെ ആവുക എന്നുള്ളത്. അതായത് അവൻ ചെലവിന് കൊടുക്കേണ്ട, അവൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ആളുകൾ കുടുംബം ഒരുപാടാവുക, അവന് വലിയൊരു ഭാരമാകുന്ന തരത്തിലാവുക എന്നുള്ളത് വലിയൊരു ബലായിൽപ്പെട്ട കാര്യമാണ്. വഖില്ലത്തുൽ മാൽ, സമ്പത്ത് തീരെ കുറയുക എന്നുള്ളത്, അതായത് പറ്റ കുറഞ്ഞ സമ്പത്തില്ലാത്ത അവസ്ഥ ഉണ്ടാവുക എന്നുള്ളത് വലിയ പരീക്ഷണത്തിൽപ്പെട്ടതാണ്. വജാരു സൂഇ ഫീ ദാരിൽ മുഖാം, അവന്റെ സ്ഥിരതാമസത്തിനുള്ള ഭവനത്തിന്റെ എടുത്ത അയൽവാസി മോശപ്പെട്ട അയൽവാസിയാവുക എന്നത്. വസൗജത്തുൻ തജൂർ, അവൻ ഉപദ്രവിക്കുന്ന ഒരു ഭാര്യ ഉണ്ടാവുക എന്നുള്ളത്. ഈ 4 കാര്യങ്ങൾ വലിയ എന്താണ് പറയാ
കഠിനമായ ഒരു ബലായിൽപ്പെട്ട ജഹദുൽ ബലായിൽപ്പെട്ട കാര്യങ്ങളാണ്. അവന് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ അധികം കുടുംബമുണ്ടാവുക, അവന്റെ സമ്പത്ത് അവന്റെ ആവശ്യങ്ങൾക്ക് പോലും തികയാതെ പറ്റ കുറഞ്ഞ ദാരിദ്ര്യമായി മാറുക, അയൽവാസി മോശപ്പെട്ട അയൽവാസിയാവുക, അതുപോലെ ഭാര്യ മോശപ്പെട്ട ഭാര്യയാവുക എന്നുള്ളത് ഒരു അറിയിപ്പ് എന്നുള്ള നിലയ്ക്ക്. എന്നിട്ട് അദ്ദേഹം പറയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ, മഹത്തരമായിട്ടുള്ള കാര്യങ്ങളാണ് ദിർഹമുൻ ഹലാലുൻ, ഹലാലായ സമ്പാദ്യം. വഅഖുൻ ഫില്ലാഹ് ഇൻ ശാവർതഹു ഫീ ദുനിയാക വജദ്തഹു മതീനുർ റഅയ്. നിനക്കൊരു സഹോദരൻ, അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന ഒരു സഹോദരൻ, ദുനിയാവിന്റെ എന്തെങ്കിലും വിഷയം അവനോട് ചോദിച്ചാൽ അവൻ നല്ല ഉൾക്കാഴ്ചയുള്ള നല്ലൊരു നിർദ്ദേശം നൽകും. വഇൻ ശാവർതഹു ഫീ ദീനിക, ദീനിന്റെ വിഷയത്തിൽ ചോദിച്ചാലോ വജദ്തഹു ബസീറൻ ബിഹി, അതിൽ നല്ല ഉൾക്കാഴ്ചയുള്ള ആളായിട്ട്. ദുനിയാവിന്റെ വിഷയം ചോദിച്ചാൽ നല്ലൊരു അഭിപ്രായം അവൻ തരും, ദീനിന്റെ വിഷയം ചോദിച്ചാൽ നല്ല ഉൾക്കാഴ്ചയുള്ള ആയിട്ട് അവനെ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സുഹൃത്ത് ഉണ്ടാവുക എന്നുള്ളത് മഹത്തരമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഹലാലായ സമ്പാദ്യം ഉണ്ടാവുക എന്നുള്ളത്. അദ്ദേഹം പറയാറുണ്ട് يكون الرجل عالما ولا يكون عابدا ويكون عابدا ولا يكون عاقلا ولقد كان مسلم بن يسار عابدا عالما عاقلا. يكون الرجل عالما, ചിലപ്പോൾ ഒരു വ്യക്തി ഒരു ആലിമായേക്കാം, ഇൽമുള്ള ആളായേക്കാം, ولا يكون عابدا, പക്ഷെ അവന് ആബിദാവൂല, അവന് ആ ഇൽമിന്റെ മുക്തത അനുസരിച്ച് ഇബാദത്തുകൾ ചെയ്യുന്നുണ്ടാവില്ല. ويكون عابدا, ചിലപ്പോൾ ആബിദായിരിക്കും, നല്ല ഇബാദത്ത് ചെയ്യുന്നുണ്ടാവും. ولا يكون عاقلا, പക്ഷെ ബുദ്ധി ഉണ്ടാവില്ല, ഒരു കാര്യം മനസ്സിലാക്കുന്നതിൽ ബുദ്ധി ഉണ്ടാവില്ല. എന്നിട്ട് മുസ്ലിം ഇബ്നു യസാർ അദ്ദേഹത്തിന്റെ കാലത്ത് ജീവിച്ചിരുന്ന മറ്റൊരു പണ്ഡിതനെ കുറിച്ച് പറയാണ്, ആബിദൻ ആലിമൻ ആഖിലൻ, ഇബാദത്ത് ചെയ്യുന്നവനായിരുന്നു ധാരാളം, അതുപോലെ തന്നെ ബുദ്ധിയുള്ള ആളായിരുന്നു, ഇൽമുള്ള ആളുമായിരുന്നു. വളരെ വിരളമായിട്ടാണ് ഇത് മൂന്നും കൂടി ഒരുമിച്ചിട്ട് ഒരാളിൽ ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ അദ്ദേഹം അത് പറയുകയാണ്. ബക്കർ ബിൻ അബ്ദില്ല അൽ മുസ്നി ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഖൽഫകളിൽപ്പെട്ട അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം അദ്ദേഹം കൽപ്പിക്കുമായിരുന്നു, സഹനശീലം ഉണ്ടാവണമെന്ന് കൽപ്പിക്കുമായിരുന്നു. ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അദ്ദേഹം പറയാറുണ്ട്, അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, കോപത്തിന്റെ തീനെ നിങ്ങൾ കെടുത്തണം, ബിദിക്രി നാരി ജഹന്നം, നരകത്തിന്റെ തീന ആലോചിച്ചിട്ട്. കോപം വരുമ്പോ നമുക്ക് എന്തെങ്കിലും പ്രവർത്തനം ചെയ്യാനോ പറയാനോ തോന്നുമ്പോ ആ തീന കെടുത്തേണ്ടത്, ആ കോപത്തെ കെടുത്തേണ്ടത് നരകത്തിന്റെ തീന ആലോചിച്ചിട്ടാണ്. ഫഖദ് കാന അബൂദർദാ യഖൂൽ, അബൂദർദാ റളിയല്ലാഹു അൻഹു സഹാബി പറയാറുണ്ട്, അഖ്റബു മാ യകൂനുൽ അബ്ദു മിൻ ഗളബില്ലാ, അല്ലാഹുവിന്റെ കോപത്തിനോട് ഒരു അടിമ ഏറ്റവും അടുക്കുന്നത് ഇദാ ഗളിബ, അവൻ കോപിതനാകുമ്പോഴാണ്. ഇത് അറിയപ്പെട്ടൊരു കാര്യമാണ്. ഒരുത്തൻ കോപിതനായാൽ അവന്റെ മേലെ പിശാചിന് വലിയ അധികാരം ചെലുത്താൻ സാധിക്കും. അവന്റെ പ്രവർത്തനവും സംസാരവും അവന്റെ നിയന്ത്രണത്തിന് അപ്പുറത്തേക്കാവും. അത് അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാകുന്നതാണ് എന്ന്. വകാന അൽ ഹസൻ യഖൂൽ, ഈ രണ്ടാമത്തെ ഫസ്ൽ അവസാനിക്കാനായി. وكان الحسن يقول من تسربل العقل امن من الهلكه, ആരാണോ അവന്റെ ബുദ്ധിയെ അണിയിച്ചൊരുക്കുന്നത്, നല്ല വസ്ത്രം ധരിപ്പിക്കുന്നത്, അമിന മിനൽ ഹലക്ക, നാശത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടും. ഇതിന്റെ ഉദ്ദേശം, ആരാണോ അവന്റെ ബുദ്ധി അവനെ ആരോട് എന്തു പറയണം, ആരോട് എപ്പോഴെങ്ങനെ പറയണം, എന്തെവിടെ ചെയ്യണം, എന്തെവിടെ പറയണം എന്നുള്ള ബോധം അവൻ ആർക്കാണോ ഉള്ളത്, അവൻ നാശത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അതല്ലാതെ ബുദ്ധി ഇതിനൊന്നും ഉപയോഗിക്കാതെ, ഒരു കാര്യം എവിടെ ചെയ്യണം എന്നറിയാതെ, എവിടെ പറയണം എന്നറിയാതെ തോന്നിയ പോലെ പറയുന്നവൻ അവൻ ഒരുപാട് നാശമാണ് ഉണ്ടാവുക. വഞ്ചിതനായവൻ, ഒരുത്തന്റെ ബുദ്ധി അവനെ വഞ്ചിതനാക്കിയവനാണ്. അഥവാ ബുദ്ധി കുറഞ്ഞ ആളുകൾ വളരെ അപകടത്തിൽ ചെന്ന് ചാടുമെന്ന് പറയുകയാണ്. അദ്ദേഹം പറയാറുണ്ട്, ജനങ്ങളോട് നല്ല സ്വഭാവത്തിൽ നിങ്ങൾ ഇടകലരുക, അവരുമായി സുഹബത്തുണ്ടാവുക. അവർക്കിടയിലുള്ള ആ അടുത്ത ബന്ധം കുറച്ചേ നിലനിൽക്കാറുള്ളൂ. അഥവാ ആളുകൾ തമ്മിലുള്ള ബന്ധം എപ്പോഴും തെറ്റിപ്പിരിയാകുന്ന ഒരു ബന്ധമാണ്. അപ്പൊ നല്ല സ്വഭാവമുള്ളവരുമായിട്ട് കൂട്ടുകൂടണമെന്ന് പറയാം. അദ്ദേഹം പറയാറുള്ള മറ്റൊരു കാര്യം, قال يونس بن حبيب, അദ്ദേഹം പറയാണ്, യൂനുസ് ബിൻ ഹബീബ് പറയാറുണ്ട്, സമീഅത്തുൽ ഹസൻ ബസീർ യൂനുസ് ബിൻ ഹബീബ് പറയാണ്, സമീഅത്തുൽ ഹസൻ ബസീർ റഹ്മഹുല്ലാഹ്, ഹസൻ ബസീർ റഹ്മഹുല്ലാഹ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇസ്നാനി ലാ യുസ്തഹ്ബാനി അബദാ, രണ്ടാളുകൾ
യസ്തഹിബാനി അബദ, രണ്ടാളുകൾ അവർ രണ്ടുപേരും ഒരിക്കലും ഒരുമിച്ചുണ്ടാവൂല. രണ്ട് കാര്യങ്ങൾ, അൽ ഖനാഅതു വൽ ഹസദു, അള്ളാഹു നൽകിയതിലുള്ള തൃപ്തിയും അസൂയയും ഒരാളിൽ ഒരുമിച്ചുണ്ടാവൂല. ഒരാൾക്ക് അള്ളാഹു നൽകിയ തൃപ്തി ഉണ്ടെങ്കിൽ അവൻ എന്തിന്റെ ആവശ്യമില്ല? അസൂയയുടെ ആവശ്യമില്ല. പക്ഷേ ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഒരാളിലും ഉണ്ടാവൂല. അതുപോലെ തന്നെ പറയാണ് ഇസ്നാനി ലാ യഫ്തരിഖാനി അബദ, രണ്ട് കാര്യങ്ങൾ ഒരിക്കലും വേർതിരിയൂല. അൽ ഹിർസു വൽ ഹസദു, ആർത്തിയും, ഒരു കാര്യത്തിനോടുള്ള ആർത്തിയും അസൂയയും ഇത് വേർപിരിയില്ല. ഒരാൾക്ക് ഒരാളോട് അസൂയ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? അയാൾക്ക് അയാളോട് കിട്ടാനുള്ള ആർത്തി ഉണ്ടാവും. ഒരാൾക്കൊരു കാര്യങ്ങളോട് ആർത്തി ഉണ്ടെങ്കിൽ അതുള്ളവനോട് അസൂയ ഉണ്ടാവും. അപ്പൊ രണ്ട് കാര്യങ്ങൾ, ഖനാഅത്തും ഹസദും ഒരുമിച്ച് ഒരാളിൽ ഉണ്ടാവൂല. ഹിർസും ഹസദും, ആർത്തിയും ഹസദും വേർപിരിയൂല. അത് രണ്ടും ഒരാളിൽ എന്തായാലും ഉണ്ടാകും. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, യസൂദുർ റജുലു, ഒരാൾ ഒരു സമൂഹത്തിന്റെ നേതാവാകുന്നത്, മാതൃകയാകുന്നത്, ബിഅഖ്ലിഹി, അവന്റെ ബുദ്ധി കൊണ്ടും, ബിഹയാഇഹി, അവന്റെ ലജ്ജ കൊണ്ടും, വഹിൽമിഹി, അവന്റെ സഹനശീലം കൊണ്ടുമായിരിക്കും. അഥവാ ജനങ്ങൾക്കിടയിൽ ഉന്നതമായ സ്വഭാവ ഗുണങ്ങളാണ് നല്ല ബുദ്ധി ഉണ്ടാവുക, ലജ്ജയുണ്ടാവുക, അതുപോലെ ഹിൽം, സഹനശീലം ഉണ്ടാവുക എന്ന് അദ്ദേഹം പറയുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ കിതാബിലെ 2 ഫസ്ലുകൾ ഇവിടെ അവസാനിച്ചു. ബാക്കിയുള്ള ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് പിന്നീട് എപ്പോഴെങ്കിലും ഏതെങ്കിലും മജ്ലിസിൽ നമ്മൾ വായിക്കാം. 7 ഫസ്ലുകളായിട്ടാണ് ഇതിനുള്ളത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കേൾക്കുന്ന കാര്യങ്ങൾ, ഈ ഉപദേശങ്ങളും ഈ വാക്കുകളും എല്ലാം ചിന്തിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. الحمد لله رب العالمين.